സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നു. ഗർഭാശയമുഴ ക്യാൻസർ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്ക് HVP വാക്സിൻ നൽകാൻ സർക്കാരിന്റെ പക്കൽ പണമില്ല. കേന്ദ്രവിഹിതം കൃത്യമായി അനുവദിച്ച് നൽകിയിട്ടും പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ സർക്കാർ. സ്തനാർബുദം കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗർഭാശയമുഖ ക്യാൻസറാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ +2 വിദ്യാർത്ഥികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ നൽകാനുള്ള നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയത്. എന്നാൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി കാരണം പദ്ധതി നടത്തിപ്പ് തന്നെ നിലവിൽ മുടങ്ങിയിരിക്കുകയാണ്. +1, +2 ക്ലാസുകളിലായി 4,34,768 പെൺകുട്ടികളുണ്ട്. ഇവർക്ക് വാക്സിൻ നൽകാൻ 300 കോടിയാണ് ആവശ്യമായുള്ളത്. കേന്ദ്രവിഹിതം കൃത്യമായി അനുവദിച്ച് നൽകിയിട്ടും പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ആദ്യ ഡോസ് എടുത്ത് 2-ാം മാസമാണ് രണ്ടാമത്തെ ഡോസ് നൽകേണ്ടത്. പിന്നീട് 4-ാമത്തെ മാസമാണ് 3-ാം ഡോസ് നൽകുക. ഗർഭാശയമുഖ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ശരീരത്തിലെത്തിയ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിനാലാണ് 18 വയസ്സിന് മുൻപ് വാക്സിൻ എടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ പെൺകുട്ടികൾക്ക് 9 വയസ്സ് മുതൽ വാക്സിൻ നൽകി വരുന്നു. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.